ഹായ് ഹലോ, ഞാൻ കമറുദ്ദീൻ. ബിൽഡിംഗ് മെറ്റീരിയൽസ് പ്രൊഡക്റ്റുകളെ ഏറ്റവും ഡീറ്റെയിലായി പരിചയപ്പെടുത്തുന്ന ദ മെറ്റീരിയലിസ്റ്റ് എന്ന ഈ ഒരു ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഏറ്റവും പുതുക്കിയ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഒരു മാറ്റത്തെ നോക്കിക്കാണുന്നത്. നിത്യോപയോഗ സാധനങ്ങളാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും എല്ലാം GST നിരക്കിൽ വന്നിട്ടുള്ള കുറവുകൾ ഇവയുടെ എല്ലാം വില കുറയുന്നതിന് സഹായകരമാകും. ഇതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ പണപ്പെരുപ്പം, വില വർധനവ് ഇതിനൊക്കെ ഒരു പരിധി വരെ തടയിടാൻ ഈ ഒരു GST നിരക്കിൽ വന്നിട്ടുള്ള കുറവുകൾ സഹായകരമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന കൺസ്ട്രക്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഒരു മേഖലയ്ക്ക് ഒരു പുതിയ ഉണർവ് നൽകുന്നതിന് ഈ ഒരു GST നിരക്കുകളിൽ വന്നിട്ടുള്ള കുറവുകൾ സഹായകരമാവുമെന്നാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലകൾക്കും ഇതൊരു പുതിയൊരു ബൂസ്റ്റിംഗ് നൽകാൻ GSTയിലെ ഒരു മാറ്റം കാരണമാകുന്നുണ്ട്. കൺസ്ട്രക്ഷൻ മേഖല എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പല പ്രൊഡക്റ്റുകളുടെയും വില ഈ GST നിരക്കുകളിൽ വന്ന മാറ്റം പല പ്രൊഡക്റ്റുകളും വില കുറയുന്നതിന് സഹായകരമായിട്ടുണ്ട്. പ്രത്യേകമായി എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ സിമെന്റ് മുന്നേ ഉണ്ടായിരുന്നത് GST 28% വരുന്ന സ്ലാബിലാണ് ഉണ്ടായിരുന്നത്. അത് 18% കുറച്ചിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ സിമെന്റ് ബാഗിന് ഒരു 25 രൂപ മുതൽ 30 രൂപ വരെ കുറയുന്നതിന് ഈ ഒരു മാറ്റം സഹായകരമാകും. അതോടൊപ്പം തന്നെ മാർബിള്, ഗ്രാനൈറ്റ്, പെയിന്റ് തുടങ്ങിയ വസ്തുക്കൾക്കെല്ലാം കൺസ്ട്രക്ഷൻ മേഖലയെ സംബന്ധിച്ച് വില കുറയുന്നുണ്ട്. എന്നാൽ പല പ്രൊഡക്റ്റുകളുടെയും GST നിരക്കുകൾ അതേ സ്ലാബിൽ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. എന്നാൽ ഇവയുടെ ഒന്നും ഒരു പ്രൊഡക്റ്റിന്റെയും GST സ്ലാബുകൾ ഉയർത്താതെ കഴിയാവുന്ന പ്രൊഡക്റ്റുകളുടെ എല്ലാം നിരക്കുകൾ കുറച്ചുകൊണ്ട് പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു കൺസ്ട്രക്ഷൻ മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവ് നൽകാൻ, ഒരു പുതിയ പ്രതീക്ഷ നൽകാൻ നമ്മളെ ഗവൺമെന്റ് നടപടി എടുത്തിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ്. എല്ലാ വിഷയങ്ങളിലും ഒരു ഡ്രോബാക്ക് ഉള്ളതുപോലെ തന്നെ ഈ GST നിരക്കുകളിൽ വന്നിട്ടുള്ള കുറവുകൾ ഇതിന്റെ പ്രൊഡക്റ്റുകളുടെ വില കൂട്ടിക്കൊണ്ട് കൂടുതൽ ലാഭം എടുക്കാൻ കമ്പനികൾ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഗുണം നമ്മുടെ ഉപഭോക്താക്കൾക്ക് കിട്ടാതെ വരും. ഇതിനെ തടയാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ പല കമ്പനികളും GST നിരക്കിൽ കുറവ് വരുന്ന പ്രൊഡക്റ്റുകൾക്ക് വിലക്കുറവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഗുണം ഉപഭോക്താക്കൾക്ക് തന്നെ വിതരണം ചെയ്യുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള ശുഭപ്രതീക്ഷകളായിട്ട് തന്നെ നമുക്ക് പോസിറ്റീവായി തന്നെ നമുക്ക് കാണാം. ഈ ഒരു വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം താഴെ കമന്റായിട്ട് അറിയിക്കുക. ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.